നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ആഴ്ച ഫലമാണ്. 2025 ഏപ്രിൽ 28 തിങ്കളാഴ്ച മുതൽ മെയ് 4 ഞായറാഴ്ച വരെയുള്ള ഒരാഴ്ചയിലെ ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് കാണുന്നത്. ആദ്യം അശ്വതി നക്ഷത്രം. ഈ ആഴ്ച അശ്വതി നക്ഷത്രക്കാർക്ക് ഊർജ്ജസ്വലതയും പ്രവർത്തനശേഷിയും നിറഞ്ഞതായിരിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ദീർഘകാലമായി മനസ്സിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ചയും ശ്രദ്ധ വേണം. സൂക്ഷ്മത പാലിക്കുക. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മാനസിക സന്തോഷം നൽകും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. കൃത്യമായി വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ധ്യാനം പോലുള്ള കാര്യങ്ങൾ പരിശീലിക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഈ ആഴ്ച പ്രകടമാവുകയും ചെയ്യും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നാളുകാർക്ക് ഈ ആഴ്ച അല്പം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടും ക്ഷമയോടും കൈകാര്യം ചെയ്യേണ്ടി വരും. തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്രതീക്ഷിതമായ തടസ്സങ്ങളുണ്ടാവാം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഈ ആഴ്ച കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. കുടുംബാംഗങ്ങളുമായി ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സംയമനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള കഴിവുകൾ തേടുക. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ നൽകും. സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. നിലവിലുള്ള ജോലിയിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സാമ്പത്തികപരമായ സ്ഥിതി ഈ ആഴ്ച മെച്ചപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരും. നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ്. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പുതിയ അറിവുകൾ നേടാനുള്ള നിങ്ങളുടെ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. രോഹിണി നാളുകാർക്ക് ഈ ആഴ്ച ശാന്തവും സമാധാനപരവുമായ അനുഭവങ്ങളാണ് നൽകുന്നത്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ അലങ്കാരങ്ങൾക്കോ വേണ്ടി സമയം കണ്ടെത്തും. തൊഴിൽ രംഗത്ത് സ്ഥിരതയും സംതൃപ്തിയും അനുഭവപ്പെടും. പുതിയ പ്രോജക്റ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഈ ആഴ്ച ശ്രദ്ധയും കരുതലും ഉണ്ടാവുക. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾക്ക് സാധ്യത കാണുന്നു. ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ ലഭിക്കും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഉചിതമാണ്. മകയിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച തിരക്കേറിയതും എന്നാൽ ഫലപ്രദവുമായ ദിവസമാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധയും സാമർഥ്യവും ആവശ്യമായി വരും. തൊഴിൽ രംഗത്ത് വെല്ലുവിളികൾ ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് അവയെ മറികടക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച നേട്ടമുണ്ടാകും. കാശ് ചിലവാക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുക. കുടുംബത്തോടൊപ്പം സന്തോഷ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മാനസിക സന്തോഷം നൽകും. ചെറിയ യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സന്തോഷവും ഉത്സാഹവും നിറഞ്ഞതായിരിക്കും. സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച പുരോഗതിക്കുള്ള സാധ്യത കാണുന്നു. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യും. അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത കാണുന്നു. ചിലവുകൾ നിയന്ത്രിക്കുക. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷം പങ്കിടാൻ സാധിക്കുകയും ചെയ്യും. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. എങ്കിലും ചെറിയ അലസത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യമായ വ്യായാമം ചെയ്യുന്നത് ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും. പരീക്ഷകളിൽ വിജയം നേടാനും സാധ്യതയുണ്ട്. പുണർന്ന നാളുകാർക്ക് ഈ ആഴ്ച സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവിക്കുക. ചില കാര്യങ്ങളിൽ സന്തോഷമുണ്ടാവും. ചിലതിൽ നിരാശയും തോന്നാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും വേണ്ടിവരും. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ ക്ഷമയും സ്ഥിരോത്സാഹവും കൊണ്ട് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച മിതത്വം പാലിക്കുക. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക. പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. ചെറിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകും. സംയമനത്തോടെ പെരുമാറുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം.
വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തേടുക. പൂയനാളുകാർക്ക് ഈ ആഴ്ച വൈകാരികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ദിവസങ്ങളായിരിക്കും. കുടുംബത്തോടൊപ്പം പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. വീടിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. തൊഴിൽ രംഗത്ത് സ്ഥിരതയും സമാധാനവും അനുഭവപ്പെടും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച കരുതലുണ്ടാക്കുക. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുക. ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് വിദഗ്ധരുടെ ഉപദേശം തേടിയിട്ട് വേണം. ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള അവസരമുണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നന്നായി ശ്രദ്ധിക്കേണ്ടി വരും. ചെറിയ അലസത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഉറക്കം ഉറപ്പാക്കുക. മാനസിക സന്തോഷത്തിന് പ്രാധാന്യം നൽകുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായി വന്നേക്കും. ആയില്യം നാളുകാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ തൻ്റെടത്തോടെയും ശ്രദ്ധയോടും ചെയ്യേണ്ട ദിവസങ്ങളായിരിക്കും. ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടും കഴിവുകൊണ്ടും അവയെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും പഠനവും ആവശ്യമായി വരും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച സൂക്ഷ്മത പുലർത്തുക. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക. പുതിയ നിക്ഷേപങ്ങൾ ഈ ആഴ്ച മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും. ചെറിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാൻ ധ്യാനം, യോഗ പോലുള്ളവ പരിശീലിക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നോക്കുക. മകന്നാളുകാർക്ക് ഈ ആഴ്ച നേതൃത്വ ഗുണങ്ങൾ പ്രകടമാകും. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനും സാധിക്കും. തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച പുരോഗതി നേടാനുള്ള സാധ്യത കാണുന്നു. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരും. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക. പ്രണയബന്ധത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. പുതിയ പ്രണയബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ പൊതുവെ നന്നായിരിക്കുമെങ്കിലും ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. കൃത്യമായി വ്യായാമം ചെയ്യുന്നത് ഉചിതമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പരീക്ഷകളിൽ വിജയം നേടാനും സാധ്യതയുണ്ട്. പൂരം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സന്തോഷവും വിനോദവും നിറഞ്ഞതായിരിക്കും. സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നുവരും. പുതിയ പ്രണയബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി സന്തോഷമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. ആരോഗ്യം ശ്രദ്ധിക്കണം. ഉത്രം നാളുകാർക്ക് ഈ ആഴ്ച ചിട്ടയോടും ശ്രദ്ധയോടും ചെയ്യേണ്ട ദിവസമായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം. പുതിയ നിക്ഷേപങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റുന്നത് നന്നായിരിക്കും. പ്രണയബന്ധത്തിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. ചെറിയ തോതിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. മതിയായി വിശ്രമം എടുക്കുകയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയും വേണം. അത്തനാളുകാർക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും ഈ ആഴ്ച. കുടുംബാംഗങ്ങളുമായി സന്തോഷമായി സമയം ചെലവഴിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. പുതിയ ജോലികൾ തേടുന്നവർക്ക് ലഭിക്കാനിടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച പുരോഗതി കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. കൃത്യമായി വ്യായാമം ചെയ്യുന്നത് ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. തിരുനാളുകാർക്ക് ഈ ആഴ്ച ഊർജ്ജസ്വലതയും പ്രവർത്തനശേഷിയും നിറഞ്ഞതായിരിക്കും. ദീർഘകാലമായി മനസ്സിലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ്. കുടുംബാംഗങ്ങളുമായി സന്തോഷമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. ചെറിയ യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കുക. അമിത ഭക്ഷണം ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കേണ്ടതാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്രമായ ഫലങ്ങൾ നൽകും. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണം. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച മിതത്വം പാലിക്കണം. അനാവശ്യമായ ചെലവുകൾ കൂടും. പ്രണയബന്ധത്തിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. സംയമനത്തോടെ പെരുമാറുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിശ്രമമെടുക്കുന്നത് നന്നായിരിക്കും. വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച തൻ്റെടത്തോടെയും ശ്രദ്ധയോടും ചെയ്യേണ്ട ദിവസങ്ങളാണ്.
ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് അവയെ മറികടക്കാൻ സാധിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഈ ആഴ്ച ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാൻ യോഗ, ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് നല്ലതാണ്. അനിഴ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. ദീർഘകാലമായി ചിന്തിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. നിലവിലുള്ള ജോലിയിൽ പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി ഈ ആഴ്ച മെച്ചപ്പെടും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യും. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. ഈ ആഴ്ച യാത്രകൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. തൃക്കേട്ട നാളുകാർക്ക് ഈ ആഴ്ച വൈകാരികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ദിവസങ്ങളാണ്. കുടുംബത്തോടൊപ്പം പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. നിലവിലുള്ള ജോലിയിൽ സംതൃപ്തി അനുഭവിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച ശ്രദ്ധയും കരുതലും ഉണ്ടാവുക. ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ ലഭിക്കും. ആരോഗ്യം പൊതുവെ നന്നായിരിക്കുമെങ്കിലും ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടും. മൂലം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ അറിവുകൾ നേടാനും യാത്രകൾ ചെയ്യാനും സാധ്യതയുള്ള ദിവസങ്ങളാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വികസിക്കുകയും പുതിയ ആശയങ്ങൾ ലഭിക്കുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച പുരോഗതി കാണാനും ഇടയുണ്ട്. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. പുതിയ ബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. പൂരാടൻ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സന്തോഷവും വിനോദവും നിറഞ്ഞതായിരിക്കും. സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങളുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കാനും ഇടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും പ്രണയവും നിറയും. കുടുംബാംഗങ്ങളുമായി സന്തോഷമായ നിമിഷങ്ങൾ പങ്കിടാനുള്ള അവസരങ്ങളുണ്ടാകും. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. ചെറിയ അലസത അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നു. കൃത്യമായി വ്യായാമം ചെയ്യുന്നത് ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും. പരീക്ഷകളിൽ നല്ല വിജയമുണ്ടാകും. ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിരതയുടെയും ദിവസങ്ങളായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടും. സാമ്പത്തികമായ കാര്യങ്ങൾ ഈ ആഴ്ച മിതത്വം പാലിക്കണം. പുതിയ നിക്ഷേപങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റുക. ചെറിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഇടയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മതിയായ വിശ്രമം ആവശ്യമാണ്. തിരുവോണം നാളുകാർക്ക് ഈ ആഴ്ച സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് അനുകൂല മാറ്റങ്ങൾ വരാനും ഇടയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഈ ആഴ്ച പുരോഗതി ഉണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യും. പ്രണയത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. ആരോഗ്യകാര്യങ്ങൾ പൊതുവെ നന്നായിരിക്കും. പുതിയ പ്രണയബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഊർജ്ജസ്വലതയും പ്രവർത്തനശേഷിയും നിറഞ്ഞതായിരിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ദീർഘകാലമായി മനസ്സിലുള്ള പദ്ധതികൾ നടപ്പാക്കാനും സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വരും. സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഈ ആഴ്ച ചെറിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ ആഴ്ച ചെറിയ യാത്രകൾക്കും സാധ്യത കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും. ചതയ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാവുക. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണം. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ അനുഭവപ്പെടും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഈ ആഴ്ച മിതത്വം പാലിക്കണം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. ചെറിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കും ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഏകാഗ്രത വർദ്ധിപ്പിക്കുക. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച തൻ്റെയിടത്തോടെയും ശ്രദ്ധയോടും ചെയ്യേണ്ട ദിവസങ്ങളായിരിക്കും. ജോലിയിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകും. കൂടുതൽ ശ്രദ്ധയും ക്ഷമയോടും പ്രവർത്തിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പുതിയ നിക്ഷേപങ്ങൾ ഈ ആഴ്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാൻ ശ്രമിക്കുക.
ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. ദീർഘകാലമായി ചിന്തിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഇന്ന് തീരുമാനമെടുക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. നിലവിലെ ജോലിയിൽ പുരോഗതി ഉണ്ടാകാനിടയുണ്ട്. സാമ്പത്തിക സ്ഥിതി ഈ ആഴ്ച മെച്ചപ്പെടുകയും ചെയ്യും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യും. കുടുംബാംഗങ്ങളുമായി സന്തോഷമായി സമയം ചിലവഴിക്കാൻ സാധിക്കും. ഈ ആഴ്ച ചെറിയ യാത്രകൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല അവസ്ഥയായിരിക്കും. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുക. പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. രേവതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വൈകാരികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ദിവസങ്ങളാവും. കുടുംബത്തോടൊപ്പം പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. വീടിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. തൊഴിൽ രംഗത്ത് സ്ഥിരതയും സമാധാനവും ഉണ്ടാകും. നിലവിലുള്ള ജോലിയിൽ സംതൃപ്തി അനുഭവിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച കരുതലുണ്ടാകുക. അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുക. ആരോഗ്യം പൊതുവെ നന്നായിരിക്കുമെങ്കിലും ചെറിയ ചില അലസതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഉറക്കം ഉറപ്പാക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. മികച്ച വിജയങ്ങൾ ഉണ്ടാകും. ഇവയെല്ലാം 2025 ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയുള്ള ഓരോ നക്ഷത്രക്കാരുടെയും പൊതുവായ ആഴ്ച ഫലമാണ്. നിങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരും.